ഇത് ഈ പ്രോജക്റ്റിൻ്റെ സ്ഥാനത്ത് മറ്റൊരു പ്രോജക്റ്റാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നത്. അത് മനസാക്ഷി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അത് പറയും. 3 പ്രോജക്റ്റുകളാണ് യോഗ്യമല്ലാത്തത് വന്നിടത്ത് ആ 3 പ്രോജക്റ്റിനുള്ള റീപ്ലേസ്മെൻറ്റ് പ്രോജക്ട്സ് കൊടുത്തതിനകത്ത് ഒരെണ്ണം പേഴ്സണലായിട്ട് പിക്ക് ചെയ്തത് മലമ്പുഴയാണ്. ഒന്ന് ആലപ്പുഴ വാട്ടർ വേൾഡ്, കൊല്ലത്ത് ബയോഡൈവേഴ്സിറ്റി. ഇത് 3 എണ്ണം. മലമ്പുഴയെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങളും സോഷ്യൽ ആക്ടിവിസ്റ്റും പാർട്ടിക്കാരും ഒക്കെ, വിവിധ പാർട്ടിക്കാരും ഇതിൻ്റെ ഒരു ശോചനീയാവസ്ഥ വിളംബരം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ്. കാരണം ഇതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് വീഡിയോസും ഒക്കെ അയച്ചു തന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് മറ്റൊരു പ്രോജക്റ്റ് ഒട്ടും വേദിയല്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് മലമ്പുഴ പ്രോജക്റ്റ് പിക്ക് ചെയ്യുന്നതും. പക്ഷേ അതിന് അപ്രൂവൽ വേണം. അത് പ്രധാനമന്ത്രി അടുത്ത് നേരിട്ട് അപ്രൂവൽ ഈ 3 പ്രോജക്റ്റിനും വാങ്ങിച്ചിട്ടാണ് റീപ്ലേസ് ചെയ്ത് ഈ പ്രോജക്ട്സ് അവരോട് സ്റ്റേറ്റിനോട് പ്രപ്പോസ് ചെയ്ത് പിന്നെ അവരുടെ പ്രപ്പോസൽ മാറ്റി സൈൻ ചെയ്ത് അങ്ങനെ വന്നതാണ്. ഇത് കഴിഞ്ഞ വർഷം മാർച്ചിൽ 25-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ ഇതിൻ്റെ അപ്രൂവലായതാണ്. അതിനുശേഷം സമയം ക്രമാതീതമായി പാഴാക്കിയിരിക്കുകയല്ല, നശിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ അസസ്മെന്റ് അല്ല അതിനെ സംബന്ധിച്ച് അവർക്ക് വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് ആക്സെപ്റ്റബിൾ അല്ല. ഇപ്പം ചെയ്യാവുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിനി മുമ്പോട്ട് കൊണ്ടുപോകണ്ട എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷേ ജനങ്ങളോട് ആ നിഷേധം നമുക്ക് പറ്റത്തില്ല. പിന്നെ മലമ്പുഴ ഡാമിന് ഇടുക്കിയേക്കാൾ പക്ഷേ ഒരു മഹത്വം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ട് അല്ല. ഇടുക്കിക്ക് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. മലമ്പുഴ ഡാമെന്ന് പറയുന്നത് ഒരു ഫുട്ഫോളിൻ്റെ കാര്യമൊക്കെ എടുത്ത് നോക്കിയാൽ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇത് കേരളത്തിൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷൻസിൽ ഒരു പ്രധാനപ്പെട്ട വാട്ടർ ബോഡി ടൂറിസത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതിനൊരു മര്യാദ നൽകണം. കാനായി കുഞ്ഞിരാമൻ സാറിൻ്റെ ഒരു ശിലയെന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളം വഴി മറ്റുള്ളവർക്കൊരു ശിലയുടെ പ്രാധാന്യം എന്താണെന്ന് അങ്ങനെ ഒരു കൃതിയും ഈ പരിസരത്താണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് മുഴുവൻ മര്യാദ നൽകിക്കൊണ്ടൊരു മലയാളി എന്ന നിലയ്ക്ക് കിട്ടിയ ഒരു അവസരം ഉപയോഗിച്ചതാണ് അത്. പക്ഷേ ഇന്നത്തെ കണ്ടീഷൻ നിങ്ങളെക്കാൾ വലിയ ഡെസ്പയറിലാണ് ഞാൻ. ആ ഒരു ഡെസ്പയറും എൻ്റെ പ്രതിഷേധവും ശക്തമായി തന്നെ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും കേരള സർക്കാർ അറിയണം. കേരള സർക്കാർ ഇതിനകത്ത് മുൻകൈയെടുത്ത് ഇവരുടെ പിറകെ നിന്ന് ഇത് പണിയിച്ചെടുക്കണം. ഇത് കച്ചവടക്കാർക്കൊക്കെ കഴിഞ്ഞ 1.5 വർഷത്തെ കച്ചവടമാണ് മുടങ്ങിയിരിക്കുന്നത്. ഇതിനൊക്കെ അത് നിങ്ങൾക്കൊരാളുണ്ടല്ലോ, അത് ഞാൻ നോക്കിക്കോളാം. പക്ഷെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രോഗ്രസ് നടക്കുന്നത്. കുറ്റക്കാരായിട്ട് ആരെയും നമുക്ക് അങ്ങനെ കുറ്റം ചാർത്താനൊക്കത്തില്ല. അങ്ങനെ നോക്കിയാൽ എൻ്റെ കുറ്റമുണ്ട്. ഞാനിത് കഴിഞ്ഞ സെപ്റ്റംബറിൽ പണി തുടങ്ങിയതിന് ശേഷം മാസാമാസം വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് എനിക്ക് ചെയ്യാവുന്ന ഒരു സംഭാവന. പക്ഷെ അങ്ങനെ പറ്റുമോ? ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അല്ല, അത് ഞാൻ അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞ് അവരെ ഞാൻ ചോദ്യം ചെയ്യേണ്ടതും താക്കീത് ചെയ്യേണ്ടതും എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞ് അവരുടെ വീര്യം കെടുത്താൻ അത് നല്ലൊരു പ്രവണതയല്ല. എത്ര കാലം കൂടി എടുക്കും ഈ പ്രവർത്തനങ്ങൾ? അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഡിസംബർ 31-ന്, അതായത് ന്യൂ ഇയർ രാവിലെ നമുക്കിതിൻ്റെ ഒരു ഇനോഗ്രേഷൻ. കരാറുകാരും അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരും നൽകിയിരിക്കുന്ന ഉറപ്പതാണ്. അതല്ലെങ്കിൽ അവരൊക്കെ ഇവിടെ ഉണ്ട്, അവർ വ്യക്തമാക്കണം. നിലവിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഈ ഒരു അവലോകനത്തിന് ശേഷം? 3.75. ഇറ്റ് വാസ് 3.75% പ്രോഗ്രസ്. പക്ഷേ നമുക്കതിന് ഒരു വലിപ്പം കുറവെന്ന് പറയാനൊക്കത്തില്ല. പറയുമ്പോൾ എല്ലാം പറയണം. ഇവിടെ ഒരുപാട് ഡക്റ്റുകൾ പോകാനുണ്ട്. അപ്പോൾ ആ ഡക്റ്റുകൾ കട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ അവർക്ക് പറ്റിയൊരു അബദ്ധം
ഒട്ടും മര്യാദ നൽകണ്ടാത്ത ചില പാർട്ടിക്കിൾസ് ഈ മണ്ണിനടിയിലുണ്ടായിരുന്നു. അതിന് മര്യാദയൊന്നും നൽകണ്ട. അതെല്ലാം അബാൻഡൻ ചെയ്യേണ്ട കേബിൾസും വാട്ടർ ലൈൻസുമാണ്. അതെല്ലാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇലക്ട്രിസിറ്റിയും അതെല്ലാം കട്ട് ഓഫ് ചെയ്തിട്ടു. പക്ഷെ അതവർ അറിഞ്ഞിട്ടില്ല. അവരിത് തേടി പിടിച്ച് തോണ്ടി ഈ പറയുന്ന ഡക്റ്റുകളെല്ലാം ഇട്ട് വന്നപ്പോൾ ഉണ്ടായ കാലതാമസം. പക്ഷേ അണ്ടർ ദി ഗ്രൗണ്ട് പണി നടന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ അസസ്മെൻറ്റിനകത്ത് അവർ സമ്മതിക്കുന്ന പ്രോഗ്രസ് ഇസ് ഓൺലി 3.75 ഓർ എ ലിറ്റിൽ മോർ, അത്രയേ ഉള്ളൂ. ഇവിടെ കടം വാങ്ങി ലോൺ എടുത്തൊക്കെ ഒരുപാട് വ്യാപാരികൾ ടെൻഡർ എടുത്തിട്ടുണ്ടായിരുന്നു കടകൾ. തീർച്ചയായിട്ടും ആ വികാരം മനസ്സിലാക്കുന്നു. അവർക്ക് മാത്രമല്ല, ഇവിടേക്ക് ഒരുപക്ഷെ നമ്മുടെ അവധിക്കാലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ വന്ന് അവരുടെ ഒരു മാനസിക വളർച്ചയ്ക്ക് ഉല്ലാസം, ഇതെല്ലാം നമ്മൾ നിഷേധിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു പണി എടുക്കുമ്പോൾ അതിന് നിർദ്ദേശിച്ച സമയം കടക്കുന്നത് അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ്. ഞാൻ ഒരു മന്ത്ലി വിസിറ്റ് നടത്തിച്ചിട്ടുണ്ട്. എനിക്കിനി ഒരു ടാർഗറ്റ് ടൈം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ 31 എത്തുന്ന ഡെയിലി ചാർട്ട് വേണം. വർക്ക് ടു ബി ഡൺ, വർക്ക് ഡൺ. അതിന് ഒരു ലോക്കൽ കമ്മിറ്റിയും കൂടി രൂപീകരിക്കുന്നുണ്ട്. കൃഷ്ണകുമാറിന് അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ സർവകക്ഷി അവരിതിനകത്ത് ഒരു പോലീസിൻ്റെ റോള് കളിക്കണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലോക്കൽ കമ്മിറ്റി അവരുടെ പിന്നാലെ ഒരു ചുരുളുമായിട്ട് നടക്കണം. എന്തിനാ, നല്ല കാര്യങ്ങളല്ലേ സംസാരിക്കുന്നത്. ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് എന്ത് വേണമെങ്കിലും ചോദിച്ചോ. പൊളിറ്റിക്സ് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും മാരകമായ പൊളിറ്റിക്കൽ വിഷയമുണ്ടോ? അയ്യോ, അതൊക്കെ പാർട്ടിയുടെ കാര്യമല്ലേ, അതൊക്കെ അവർ പറയട്ടെ. സർബാനന്ദ് സോനോവാൾ വന്നില്ലേ? ഇല്ല, എന്നെ ക്ഷണിച്ചിട്ടേ ഇല്ല ഇതുവരെ. എന്നെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് അന്ന് അദ്ദേഹം വന്നപ്പം പ്രോട്ടോക്കോളാണ്, ഞാൻ ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് അന്ന് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, അതിനുള്ള അവകാശം അവർക്കില്ലേ? അല്ലേ? ഏതാ? അല്ല, അതെനിക്കറിയത്തില്ല. വന്ദേമാതരം പാടുന്നതിന് ചില ക്രമീകരണങ്ങളുണ്ട്. ഒരു വന്ദേമാതരത്തിൻ്റെ പ്രോട്ടോക്കോളാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് വന്ദേമാതരം പാടിയില്ല എന്ന് പറഞ്ഞൊരു പ്രൊട്ടസ്റ്റ് പെട്ടെന്ന് പൊന്തി വന്നു. പക്ഷെ അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്ദേമാതരം ആലപിക്കണമെങ്കിൽ അതിന് മര്യാദ കൊടുക്കുന്ന അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കണം. അതിന് പിന്നെ പ്രത്യേകം മാസ്ക് ചെയ്യണം ഈ പരിപാടി നടക്കുന്നിടം. അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ്. ജനങ്ങൾക്ക് അവരുടെ ലിബേർട്ടീസ് ഉണ്ട്. അവർ ചിലപ്പം കുഞ്ഞുങ്ങളാരെങ്കിലും ഓടി അതിൻ്റെ പേര് വിളിച്ച് ഈ വന്ദേമാതരത്തിനിടയ്ക്ക് ഒന്ന് ഓടിയെന്ന് വരും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മര്യാദയില്ലായ്മ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒഴിവാക്കുന്ന ചടങ്ങുകളുണ്ട്. ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനിടയിൽ മാത്രമേ ഇത് ചെയ്യാവൂ. അതെ, അതവർ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർ പോയി. മാസ്ക് ചെയ്യണം ആ ഏരിയ. പ്രോട്ടോക്കോളാണത്. അത് വന്ദേമാതരത്തിനുള്ള പ്രോട്ടോക്കോളാണ്. നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, പ്ലാറ്റ്ഫോമാണ്. കുറച്ച് നമ്മൾ സെൻസിബിലിറ്റിയും കൂടെ ചേർക്കണമല്ലേ? അല്ലാതെ സ്നേഹം അല്ല, ആരായാലും ജനങ്ങൾ, അതൊന്നും പാർട്ടിക്കാരുടെ സ്വന്തമല്ല. ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വന്തമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ ഇതിന് അപമര്യാദ കൊടുത്താൽ അവർ ചോദ്യം ചെയ്യും. അതൊഴിവാക്കാൻ വേണ്ടിയാണ് പാർട്ടിക്കാർ മുന്നിട്ടിറങ്ങിയത്.